ഹായ് ഗൈസ്, നമ്മൾ ഇന്നത്തെ ടോപ്പിക്കാണ് കോഡിംഗ് ഡീകോഡിംഗ്. അപ്പോൾ കോഡിംഗ് ഡീകോഡിങ്ങിലുള്ളത് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പാറ്റേൺസ് എന്നാണ്. പാറ്റേൺസ് എന്ന് പറയുന്നത് ഒരു 10 പാറ്റേൺസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് 4 എന്ന് പറയുന്നത് എന്താണ്, നമ്പറാണ്. +1 -1, പിന്നെ +2 -2, +3 -3, പിന്നെ +1 +2 +3 +4 +5 അങ്ങനെ വരുന്ന പാറ്റേൺസാണ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പാറ്റേൺസ്, 10 പാറ്റേൺസ് എന്ന് പറയുന്നത്. അത് ഫുൾ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ അതിനകത്ത് നമുക്ക് എക്സാമ്പിളിലേക്ക് എടുക്കാം. അതിൽ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡ് തന്ന് അതിന് റെപ്രസെൻ്റ് ചെയ്യുന്നത് NPDL ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ എന്തുകൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ മോക്കിൻ്റെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഓരോ ആൽഫബറ്റിനും ഓരോ നമ്പർ ഉണ്ട്. ആ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കണ്ടാലേ മനസ്സിലാവും. അപ്പം M13, O15, C3, K11, എന്താണ് 14, 16, 4, 12. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, എമ്മിൻ്റെ +1 ആണ് ഇവിടെ N കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓൻ്റെ +1 ആണ് ഇവിടെ P, ഇവിടെ സീൻ്റെ +1 ആണ് D, കെൻ്റെ +1 ആണ് L എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ പാറ്റേൺ കിട്ടി. നമ്മുടെ +1 പാറ്റേൺ ആണ് ഫസ്റ്റ് പാറ്റേൺ +1 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ T എന്ന് പറയുന്നത് T20, E5, S19, T20. അപ്പോൾ നമുക്കിവിടെ വേണ്ട ടീൻ്റെ 21 എന്ന് പറഞ്ഞാൽ യുവർ ഏജ്. പിന്നെ E എന്ന് പറയുന്നത് എന്താണ്, 5 എന്ന് പറഞ്ഞാൽ അപ്പോൾ അടുത്ത 6, അത് F. പിന്നെ S എന്ന് പറഞ്ഞാൽ 19, അപ്പോൾ +1 എന്ന് പറഞ്ഞാൽ 20. T എന്ന് പറഞ്ഞാൽ 21, അല്ല T എന്ന് പറഞ്ഞാൽ 20 എന്ന്, അപ്പോൾ ഇതിൻ്റെ +1 എന്ന് പറഞ്ഞാൽ 21. അപ്പോൾ സോറി, ഇവിടെ ഞാൻ 20 T എന്ന് എഴുതേണ്ടത്. പിന്നെ ഇവിടെ 21 എഴുതിയാൽ U. അപ്പോൾ ഇതാണ് നമ്മളെ ടെസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. UFTU എന്ന് വെച്ചാണ് നമ്മൾ ടെസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ ഇതാണ് നമ്മളെ ന്യൂമറിക് പാറ്റേണുകൾ. ഇതേപോലെ തന്നെ +2ൻ്റെ ഉണ്ടാവും, +3ൻ്റെ ഉണ്ടാവും, പിന്നെ +1 2 3 അങ്ങനെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് റിവേഴ്സ് ഓർഡർ ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് റിവേഴ്സ് ഓർഡർ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് തന്ന് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് CKLOC. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ C എന്ന് പറയുന്നത് 3, L12, O15, C3, K11. 3, 11, 12, 15, 3. നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ എല്ലാ ലെറ്ററിൻ്റെയും ന്യൂമറിക് വാല്യൂസ് എഴുതി വെക്കണം, എന്നാലേ നമുക്ക് വേഗം ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ CK, ഈ CK ആണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള CK. പിന്നെ LOC ഇങ്ങനെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, B എന്ന് പറയുന്നത് 2, 12, 1, 3, 11. അങ്ങനെയാണ് നമ്മൾ CKLAB. ഇതാണ് നമ്മളെ ആൻസർ. ഇതാണ് റീഅറേഞ്ച്മെൻറ്റ്. ഇത് നമ്മളെ അടുത്ത ടൈപ്പാണ് റീഅറേഞ്ച്മെൻറ്റ് എന്ന്. ആ പാറ്റേൺസിൽ വരുന്ന തന്നെ റീഅറേഞ്ച്മെൻറ്റ്. അതിൻ്റെ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ടീച്ചിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ചീറ്റിംഗ് വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ വാച്ചിങ്ങിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. അപ്പം ഇതിൻ്റെ അകത്ത് സെയിം ആയിട്ടുള്ള ING സെയിമാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ വരുമ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് ഏകദേശം സെയിം പോലെ തന്നെ തരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പം ഓപ്ഷൻ ഇപ്പം ഞാൻ തന്നിട്ടില്ല, ലാസ്റ്റ് ഇപ്പോൾ ING ഇല്ലാണ്ട് തരും, ചില സമയം ING ഫസ്റ്റിലെല്ലാം തരും. അപ്പോൾ നമുക്ക് ഇവിടെ
ഈ ഒരു പാറ്റേൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ING ഇവിടെ സെയിം ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയും ING സെയിം ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ T ലാസ്റ്റാണുള്ളത്. ഫസ്റ്റുള്ള T ലാസ്റ്റേക്ക് കൊടുത്ത് CH അതേപോലെ തന്നെ ഇവിടെ കൊടുത്ത് പിന്നെ EA അതേപോലെ തന്നെ ഇവിടെയും കൊടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള CH സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരിക, W ലാസ്റ്റിലേക്ക് കൊണ്ടുവരിക, AT അതേപോലെ തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ചിങ്ങിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുക എങ്ങനെയാണ്. ഇനി അടുത്തത് ബാങ്ക്, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ACZ BMOJL ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നൈസിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? ഇതാണ് നമ്മൾ അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത്. 1 ലെറ്റർ ഈക്വൽ ടു 2 ലെറ്റർ. 1 ലെറ്റർ കാണുന്നില്ല. ഈക്വൽ ടു 2 ലെറ്റർ. ഇവിടെ പറയുന്നത് ബാങ്ക്. അപ്പം ബീൻ്റെ ഇവിടെ -1 +1 ചെയ്താൽ AC കിട്ടും. ബീൻ്റെ -1 +1 ചെയ്താൽ ZB കിട്ടും. ഇനി എമ്മിൻ്റെത് -1 +1 ചെയ്താൽ